കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. നീ എന്നെ ചിറ്റി കളിപ്പിക്കുക. കൂട്ടിക്ക് പോയി 3-ാം മാസം നീ പുളി ചോദിച്ചില്ലെങ്കി എന്നെ ഇങ്ങനെ വിളിച്ച കൂട്ടാ. എന്റെ അമ്മേ. ഹലോ, ഞാൻ സുമിത്രയാ. ഒന്ന് ഇവിടം വരെ വരൂ. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിവിടെ പാക്കിങ്ങില്ല, എല്ലാം കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ശരി, ഞാൻ ഇറങ്ങുന്നു. നടക്കില്ല, നടക്കില്ല, 100% നടക്കില്ല. പ്രകാശ്, അവർക്ക് തോന്നിയതുപോലെ തോന്നിയിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാ ഇവിടെ ആരാ പോയിരിക്കുന്നത്? ചേട്ടാ, അത് കൊള്ളാമല്ലോ. പതുക്കെ. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ അല്ലേ? എന്ത് പ്രൊമോഷൻ? അങ്ങനെ ഇവിടെ ആരും പ്രൊമോട്ട് ചെയ്യണ്ട. സ്വൈര്യമായിട്ട് ജീവിക്കുന്നിടയ്ക്ക് ഓരോ കോടാലി. ഞാൻ വരടി നിന്റെ ബാങ്കിലേക്ക്. നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന്മാർ എന്ത് ചെയ്യും? പ്രകാശ്, പതുക്കെ. ആളുകൾ നോക്കുന്നു. നോക്കട്ടെ, ഐ ഡോണ്ട് കെയർ. അല്ലെങ്കിൽ തന്നെ എല്ലാരും അറിയട്ടെ ബാങ്കുകാരുടെ കളിയൊക്കെ. എന്താ ഇത് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക? ഓഹോ, തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. തനിക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾ തമ്മിൽ ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. തനിക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കേക്ക്, അല്ലെങ്കിൽ താൻ പോറോന്ന്. ദാ കിടക്കുന്ന നിന്റെ ഊട്ടി ട്രിപ്പ്. ഊട്ടിയിൽ ഇനിയും പോവാലോ? വേണ്ട, ഊട്ടിയിലും പോണ്ട, ഒരു സ്ഥലത്തും പോണ്ട, എറണാകുളത്തും പോണ്ട. പുറത്ത് എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ ബഹളം ഉണ്ടാക്കില്ല എന്ന് കരുതിയാണ് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞത്. അവിടെ എന്താ കാട്ടിക്കൂട്ടിയത്? പിന്നെ കാട്ടിക്കൂട്ടാതെ ഞാൻ നിന്റെ കൂടെ അവിടെ നിന്ന് ശൃംഗരിക്കണോ? നിനക്കറിയാലോ, 1.5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഒരു ദിവസമെങ്കിലും നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ? പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ പ്രകാശ്, ഒന്നും പറയണ്ട. യു ഡു വൺ തിങ്, ജോലി റിസൈൻ ചെയ്യേ. എന്താ പ്രകാശ് പറയുന്നത്? രാജിവെക്കാന്ന് പറഞ്ഞാ പറയാൻ ഈസിയാ. കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കൂ. പ്രാക്ടിക്കൽ മാങ്ങാ തൊലി. നിനക്ക് വലുത് നിന്റെ ജോലിയും പ്രൊമോഷനും ഒക്കെ ആണല്ലോ. എന്താ, എനിക്ക് പ്രകാശിനെ പിരിഞ്ഞിരിക്കാൻ വിഷമമില്ലെന്നാണോ? കഷ്ടമുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, പ്രൊമോഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്ക്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഒഴിവാക്കല്ലോ. നല്ല കഥയായി. പ്രൊമോഷൻ വേണ്ടെന്ന് വെക്കാനോ? ഞാൻ പറയുന്നെന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. എന്നിട്ട് എന്തായി തീരുമാനം? തീരുമാനം എന്താവാനാ? അവള് നാളെ പോവുക. അതിനിടയ്ക്കാണ് അമ്മായി പിന്നെ MP വന്ന് ചാടിയത്. അങ്ങേര് അവളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നീ കിടന്ന് ബഹളം വെക്കണ കണ്ടാ തോന്നും വല്ല പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ എന്ന്. ആഴ്ചയിൽ ഒന്ന് പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ. എറണാകുളം അല്ലേ? എന്നാൽ എനിക്ക് അവള് വീട്ടിലില്ലാതെ ശരിയാവില്ല ചാക്കോച്ച. നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും, പിന്നെ ഇതങ്ങടെ യൂഷ്വൽ ആയിക്കോളും. ചേടാ, ഓരോരുത്തന്മാരെ അവനവന്റെ ഭാര്യമാരെ ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വേളാങ്കണ്ണി മാതാവിനും ഇടപ്പള്ളി പുണ്യാളിനും എഴുതി എത്തിക്കുക. ഇതൊന്നും ഇല്ലാണ്ട് ദൈവം തന്ന അനുഗ്രഹം അല്ലടാ കുട്ടാ. ആഹാരമെല്ലാം നേരത്തിനും കാലത്തിനും കഴിക്കണം. അലക്കാനുള്ള തുണിയൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണ്ട. ഇവിടെ ഇട്ടിരുന്നാ മതി, ഞാൻ വന്നിട്ട് കഴിക്കോളാം. പിന്നെ കണ്ടമാനം ഉറക്കളക്കരുത്. ഇങ്ങനെ മുഖം വീർപ്പിച്ച് കിടന്നാലോ? ശനിയാഴ്ച വൈകിട്ടത്തെ ഡേ എക്സ്പ്രസിൽ ഞാനിങ്ങ് എത്തില്ലേ? ഞായറാഴ്ച മുഴുവൻ നമ്മൾ ഒരുമിച്ച്. പിന്നെ തിങ്കളാഴ്ച രാവിലത്തെ വേണം അതിന്. ദാ വരുന്നച്ചാ. ഞാൻ കാത്തിരിക്കും ശനിയാഴ്ച വൈകിട്ട്. ഭദ്രൻ, ആ മിസ്സസ് ശേഷാദ്രി വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഓവ്, പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് ശേഷാദ്രിയുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട് പോലെ അവിടുത്തെ രീതികളൊക്കെ. ഞാൻ തന്നെ ഇവിടെ അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. അപ്പോ ഇറങ്ങാൻ മോളെ. മൂർത്തി, ഈ കാസറ്റിൽ എഡിറ്റ് റൂമിൽ സെറ്റപ്പ് ചെയ്യും. എല്ലാം ഒന്ന് ക്യൂ ചെയ്ത് വെച്ചോളൂ. ഹലോ പ്രകാശ്. ഹായ്, സുമിത്രയാ. നീ എന്താ എത്തി ഉടനെ വിളിക്കാത്തത്? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫൊക്കെ? അവിടുത്തെ നമ്പർ എത്രയാ? 361069. വൺ സെക്കൻഡ്. ആ പിന്നെ ഹോസ്റ്റലിൽ വിളിച്ച് ആദ്യം എന്നെ ചോദിച്ചിട്ട് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ ഞാൻ എടുക്കാം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ദിവസം കൊണ്ട് ഒരു വിശേഷവും ഇല്ല. മതി, വെക്കട്ടെ. എന്താണ് സുമിത്ര കുട്ടാത്? ഈ ചേട്ടന് ഫോണിൽ കൂടെ എങ്കിലും ഒരു ഉമ്മതാ? പോ അവിടുന്ന്. ഓഫീസാ ഇത്. ഇത് പിന്നെന്താ ജയിലാ? ഞാൻ രാത്രി വിളിക്കാം. വേണ്ട വേണ്ട, എപ്പോഴും വിളിക്കണ്ട. ബില്ല് ഒരുപാടാവും. ഞാൻ വിളിക്കും വിളിക്കും വിളിക്കും. വിളിക്കണ്ട, ഞാൻ വെക്കട്ടെ.
ഹലോ 361069. ആ സുമിത്ര എന്ന് കിട്ടുമോ? ഞാൻ ട്രിവാൻഡ്രന്റെ ഹസ്ബൻഡാണ്. ആ ഹലോ, ഞാനാ. ആ, എന്താ വിളിച്ചത്? ഒന്നുമില്ല, വിളിക്കണം തോന്നി. ഓ, നീ ഇല്ലാതെ എനിക്കിവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാനും കൂടി അങ്ങോട്ട് വരട്ടെ? എന്താ പ്രകാശത്, ചെറിയ കുട്ടികളെ പോലെ. നീ ഇങ്ങോട്ട് വാടി. നിന്റെ മണമില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പ്രകാശ് STD ആണ്, വെറുതെ വിളിച്ചിട്ട് കാശ് കളയാൻ. ശനിയാഴ്ച ഞാനങ്ങ് എത്താം. എടി, നീ ശനിയാഴ്ച ഇങ്ങോട്ട് എത്തണേ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. ഞാനങ്ങ് എത്താം. ഞാൻ വെക്കാണേ, വെക്കട്ടെ. സുമി, ഹലോ ഹലോ. ചിരിക്കുക ചിരിക്കുക. നീ എവിടെ വേണേ പൊക്കോ, എറണാകുളത്തേക്കല്ല, ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നീ പൊക്കോ. എടി, വെറും 300 രൂപ ശമ്പളം കൂടുതൽ വേണ്ടിയില്ല നീ എന്നെ ഇട്ട് എറണാകുളത്തേക്ക് പോയത്. നീ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ തനിച്ചേർന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നിനക്കറിയാലോ അത്. കളിയാക്ക. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്റെ സ്വഭാവം നീ ചീത്തയാക്കരുത്. എടി, നീ ഇല്ല ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് നിനക്ക് കാണണോ? കാണോ നിനക്ക്? ഓടി കിടന്ന് നീ പോയില്ലേ? ഒരു 300 രൂപ ശമ്പളത്തിന് വേണ്ടിട്ട് പൊക്കോ, എവിടെ വേണേ പൊക്കോ. എനിക്കെന്താ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലേ? അത് കാണുമല്ലോ. ഞാൻ തനിച്ചിടന്ന് ഉറങ്ങിക്കോളാം, എനിക്കാരും വേണ്ട. എനിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഹലോ, ആ ഞാനാ. രാവിലെ ഭയങ്കര കുക്കിംഗ് ആണ് അച്ഛനെ. ഭാര്യ ഇല്ലാതെ വല്ലതും കുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടേ? അവളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവളുടെ വിചാരം. ആ, ഞാൻ 10 മണിക്ക് എത്താം. ഞാൻ 10 മണിക്ക് എത്താം. ആ ഇല്ല, ഞാൻ 10 മണിക്ക് എത്താന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ റെഡി ആയിരിക്കണം മിസ്റ്റർ. 10 മണിക്ക് എത്താന്ന് പറഞ്ഞാൽ 10 മണിക്ക് എത്തും. വന്നില്ലെങ്കിലും ഒന്നുള്ളതല്ല, ഞാൻ എത്താന്ന് 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ? കാലത്ത് എനിക്കൂടെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എത്താം. എത്താം. ഓക്കെ. റെഡി പ്രകാശ്? ഓക്കെ സാർ, തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്. തീരപ്രദേശങ്ങളിലെ പാവപ്പെട്ട ഫിഷർമെന്റെ നന്മയ്ക്കായി പല നല്ല പ്രോജക്ട്സും സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്ന. കട്ട് ഇറ്റ്. എത്ര നേരമായി സാർ ഇത്? സാർ, യു ടേക്ക് യുവർ ഓൺ ടൈം. വെറുതെ കളയാൻ സമയമില്ല, അതുകൊണ്ടാ. പ്രകാശ്, 1 moment. എന്താ? ചൂടാവല്ലേ പ്രകാശ്, നിന്റെ മനസ്സ് ഫ്രീ അല്ല, അതാ. നീ ആദ്യം റിലാക്സ് ചെയ്യ്. ശരി, തുടങ്ങാം. നിനക്ക് എന്ത് പറ്റി പ്രകാശ്? മൂഡ് ശരിയില്ലെന്നേ. പെട്ടെന്ന് എല്ലാ ഋതുവും തെറ്റിയ പോലെ തോന്നുന്നു. ഒറ്റയ്ക്കായപ്പോ വല്ലാത്ത ബോറടി. പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനോട് ഇൻട്രസ്റ്റും ഇല്ല. താ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം ലീവ് എടുത്ത് എറണാകുളം വരെ ഒന്ന് പോയി സുമിത്രയെ കണ്ട് കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് ഫ്രഷ് ആയിട്ട് വാ. ആ, ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഞാൻ മിസ്റ്റർ പ്രകാശിനെ വിളിപ്പിച്ചത് പണ്ഡിറ്റ് ആദിത്യവർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാനി സിംഗർ? അതെ. കേരളത്തിൽ നിന്നും ബോംബെയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. പേര് കേട്ടിട്ടുണ്ട്, മലയാളിയാണെന്ന് അറിയില്ലായിരുന്നു. ആ, കഴിഞ്ഞ 4-5 വർഷമായി പൊതുവേദികളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. ബോംബെയിലെ താമസം മതിയാക്കി ഇപ്പൊ ഇവിടെ അടുത്തൊരിടത്ത് ഒതുങ്ങിക്കൂടി കഴിയാണ്. ഡൽഹിയിൽ നിന്നൊരു നോട്ട് വന്നിരിക്കുന്നു, എത്രയും വേഗം അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന്. ഞാൻ മിസ്റ്റർ പ്രകാശിനെയാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ബട്ട് മാഡം, എനിക്ക് കുറച്ച് ലീവ് വേണമായിരുന്നു. നോ, ഇപ്പൊ ലീവ് തരാൻ പറ്റില്ല. ഒരു പ്രത്യേക ടൈപ്പാണ് മിസ്റ്റർ വർമ്മ. മീഡിയ പീപ്പിളിന് പുള്ളി പിടികൊടുക്കാറില്ല. വളരെ ബുദ്ധിപൂർവ്വം അപ്രോച്ച് ചെയ്താലേ കാര്യം സാധിക്കൂ. അതിന് മിസ്റ്റർ പ്രകാശ് തന്നെ വേണം. പ്രോഗ്രാം നന്നായിരിക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രകാശിനെ ചെയ്യാം. എന്തു പറയുന്നു? ശരി മാഡം.
हाँ तो लीजिए, आपकी बात समझ में आ गई है और आपकी फरमाइश पर पेश किया जा रहा है वो गाना जिसके लिए ये बता देना मैं जरूरी समझता हूं कि इस गाने पर पंडित आदित्य वर्मा को बेस्ट हिंदुस्तानी क्लासिकल सिंगर का नेशनल अवार्ड मिल चुका है। അച്ഛാ, ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഏ? ആരോ വരുന്നുണ്ട്. ഇവിടെ ആര് വരാനാ? നമസ്കാരം സാർ. നമസ്കാരം, വരൂ. ഇരി. എവിടുന്നാണ്? ഞാൻ സിറ്റിയിൽ നിന്ന് വരിക. എന്നെ കാണാൻ തന്നെ വന്നതാണോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു. സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കാണുമെന്ന് തോന്നി. ഓ സോറി 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 റിയലി സോറി. ഞാൻ വെച്ചോ. അപ്പോൾ നേരിട്ട് കാണണം തോന്നി. ആ, റിയലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സർ. സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത്ര നല്ല കാറ്റ് എവിടെ നിന്ന് വരുന്നത്? കടത്തീരല്ലേ? ഓ കറക്റ്റ്, എക്സാക്ട്ലി. അപ്പോ മകളാണല്ലേ? അതെ. ഐ എം പ്രകാശ്. ഞാൻ കൃഷ്ണ. കൃഷ്ണ, ഇറ്റ്സ് എ സ്ട്രേഞ്ച് നെയിം. എന്ത് ചെയ്യുന്നു? അച്ഛനെ പോലെ തന്നെ മ്യൂസിക്? ഞാനൊരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറല്ല. ഞാൻ മാറ്റിലേക്ക് വരാം. ഞാനിവിടെ ടി വി സെന്ററിൽ വർക്ക് ചെയ്യുക. സാറിനെ കാണാമെന്നത് ശരിക്കും ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയാ. എന്താ അത്? ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയ? ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. സാർ ആദ്യം ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച്. നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധവും അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഉവ്വ. ഇല്ല ഇല്ല. എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛാ, വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല വേറെ. ആ, ഓ ചായ. അങ്ങേര് സാധ്യമില്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? എനിക്കും ഇയാളുടെ കാല് പിടിക്കാനൊന്നും. അല്ല, അയാൾ എന്ത് പാട്ടുകാരാണെന്ന് പറയുന്നത്? എന്തോ മാങ്ങാത്തിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ട്. അങ്ങനെ ആളൊരു മുരടനാ. മുരടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? ശരി, നിർത്തിയാണ് വർത്താനം ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്ത്. ഒരു തരത്തിൽ എടുക്കില്ല എന്ന് വെച്ചാ ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കുറെ ലിഫ്റ്റിക്കിട്ടുണ്ട് പോരും. ഓരോ വൃത്തിയേട്ടവന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനും പോവാ. നമുക്ക് ഈ പണി പറ്റില്ല. ഞാൻ പോവട്ട. ഹലോ പ്രകാശ്. ഞാൻ കൃഷ്ണയാണ്, ആദിത്യവർമ്മയുടെ. ആ മനസ്സിലായി. എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഞാൻ വരുന്നു. ആരാ? ആ ഹിന്ദുസ്ഥാനിയുടെ മോളാ. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് നാലും നല്ല വർത്താനാണ് പറയാ. അപ്പോഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ? പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. വൈകുന്നേരം ഞാൻ വന്നോട്ടെ, നമുക്ക് ജിഗിൻ ചക 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 ചക. സോറി, ബുദ്ധിമുട്ടായില്ലേ? ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ,
ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്നും മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, എന്റെ കർണാടക അച്ഛൻ സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ, കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ എന്തിന് കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനെന്നോട് കാണിച്ചതേ വെറും ചീപ്പ് ജാടയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഏ? ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് ഇറ്റ്സ് ഓക്കേ. അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വലിയ ജാടയൊന്നും കാണിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നിമിഷം റെഡിയാ. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. വരട്ടെ. അല്ല, എവിടെ താമസിക്കുന്നു പറഞ്ഞ? ഹോസ്റ്റൽ? എനിക്ക് മെഡിക്കൽ കോളേജിനടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോവും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ.